അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ദിക്റിനെ കുറിച്ചാണ്. ഒരു അത്ഭുതകരമായിട്ടുള്ള ദിക്റിനെ കുറിച്ച്. നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളെ അതിയായി സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഭാര്യമാർ ഭർത്താക്കന്മാരെ സ്നേഹിക്കുവാനും വിശ്വാസമുണ്ടാകുവാനും അവർക്കിടയിൽ പരിഗണനയും സപ്പോർട്ടും ഒക്കെ നിങ്ങൾ വിചാരിച്ചതുപോലെ ലഭിക്കുവാനും ഒക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു ദിക്റ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹം ഊട്ടിയുറപ്പിക്കുവാനും അതുപോലെ നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കുവാനും, അതൊരു പക്ഷെ ഉമ്മ നിങ്ങളെ സ്നേഹിക്കുവാനായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങളെ ഉപ്പ നിങ്ങളെ സ്നേഹിക്കുവാൻ, അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ആൾ നിങ്ങളെ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ട് ചൊല്ലേണ്ട ഒരു ദിക്റ്. ഇതൊരിക്കലും നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത്. കാരണം അത്രക്കും ഫലമായിട്ടുള്ള ഒരു ദിക്റാണിത്. ഇത് നിങ്ങൾ ചൊല്ലേണ്ടത് നിങ്ങൾ ആരുടെ സ്നേഹമാണ്, ആരുടെ ഇഷ്ടമാണ്, ആരുടെ പരിഗണനയാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്, അവരുടെ പേര് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അവരുടെ രൂപം, ആ ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഒഴിവുള്ള സമയത്തൊക്കെ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഏതാണ് ആ ദിക്ർ എന്ന് വെച്ചാൽ വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്നാ അലാ ഐനി. ഇതാണ് ആ ദിക്ർ. അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഇതിങ്ങനെ നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്തൊക്കെ വൃത്തിയായി ഒഴിഞ്ഞിരുന്നു ആ വ്യക്തിയെ മനസ്സിൽ കരുതി ഇങ്ങനെ ദുആ ചെയ്യുക, ഇങ്ങനെ ചൊല്ലുക. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ ആഗ്രഹം അത് ഹലാലാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സാധിച്ചു തരുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഐക്യവും സ്നേഹവും പരിഗണനയും ഉള്ള നല്ല ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകുമാറാകട്ടെ. ഈ ഒരു ദിക്റിൻ്റെ ബർക്കത്ത് കൊണ്ട് ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടും ഭർത്താക്കന്മാർക്ക് ഭാര്യയോടും അതിയായ സ്നേഹവും ഇഷ്ടവും മനസ്സിൽ ഉണ്ടാക്കുമാറാകട്ടെ. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നല്ലൊരു സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം എല്ലാവർക്കിടയിലും ഉണ്ടാകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം ശരിയാകാത്തവരുടെ വിവാഹം എത്രയും പെട്ടെന്ന് സ്വാലിഹായ ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.